ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ജീപ്പ് കോമ്പാസ് പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കോമ്പസിൻ്റെ മുൻഭാഗത്തൊരു ഡിസൈൻ ഇതാണ്. മുന്നിൽ എന്താ പറയുക, നമുക്ക് ഈ ഒരു സിൽവർ പാറ്റേണിലുള്ള ഒരു ഗ്രില്ലുകളാണ് വരുന്നത്. അതായത് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്രില്ലുകളല്ല വന്നിരിക്കുന്നത്, പക്ഷേ എയർ ഡാമൊക്കെ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ്. ഈ ഭാഗത്താണ് ഇതിൻ്റെ ഒരു ഫോഗ് ലാംപ്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മുൻവശത്ത് നോക്കുകയാണെങ്കിൽ ഒരു സിൽവർ ഒരു ലിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോണറ്റ് അത്യാവശ്യം എന്താ പറയുക, ഒരു ബോൾഡായിട്ടുള്ള ഒരു ബോണറ്റാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു വിൻഷീൽഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏകദേശം ഒരു ലെങ്ത്ത് ജീപ്പ് കോമ്പാസിൻ്റെ വരുന്നത് 4.45 mm ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടല്ലോ 178 mm ആണ് വരുന്നത്. ഇവിടെ നമുക്ക് മിറർ കാണാവുന്നതാണ്. ഇതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ജീപ്പ് കോമ്പാസ് എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അലോയ് വീൽസ് നോക്കുവാണെങ്കിൽ, അതായത് 18 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു അലോയ് വീൽസ് വരുന്നത്. 225 എന്ന് പറയുന്ന ഒരു ടയർ പ്രൊഫൈലിലാണ് ഇതിൻ്റെ ഒരു ടയർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നമുക്ക് എന്താ പറയുക, ക്ലാഡിംഗ് ഒക്കെ കാണാവുന്നതാണ് ബ്ലാക്ക് കളറിലെ. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വിൻഡോ ലൈനിൽ നിന്ന് തുടങ്ങി പിൻഭാഗത്ത് വരെ ഇതിൻ്റെ ഒരു സിൽവർ കളറിലെ ഒരു വിൻഡോ ഗാർണിഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ കാണാവുന്നതാണ്. നമുക്ക് പിന്നിലെ ആ ഒരു ഗ്ലാസ് ഒക്കെ നല്ല ഒരു വലിയൊരു ഗ്ലാസ് ഏരിയയാണ്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ സൈഡ് പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ നോക്കിക്കാൻ നമുക്കിവിടെ റൂഫ് റെയിൽ വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1640 mm ആണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിൻഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ടെയിൽ ലാമ്പുകളുടെ ഡിസൈൻ ആണെങ്കിലും അതിമനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബൂട്ട് ലിഡിലേക്ക് ചേരുന്ന രീതിയിൽ തന്നെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. നമ്മൾ ആ മുന്നിൽ പറഞ്ഞ ആ ഒരു വിൻഡോ ലൈൻ്റെ ഒരു ഗാർണിഷ് പിൻഭാഗത്തേക്കും വരുന്നുണ്ട്. പിൻഭാഗത്ത് നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റന വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്. പിന്നിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ജീപ്പ് കോമ്പാസിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. പിന്നിലെ ബമ്പറിൽ 2 വശങ്ങളിലുമായിട്ട് തന്നെ റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മളിതിൻ്റെ കീ ഒന്ന് അൺലോക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഓപ്പൺ ആവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലഗേജ് വെക്കാനുള്ള ഒരു ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബൂട്ട് അടക്കാനായിട്ട് നമുക്കിവിടെ ഒരു ഓപ്ഷനുണ്ട്. ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ബൂട്ട് നമുക്ക് ക്ലോസ് ചെയ്യുന്നതാണ്. അടുത്തായിട്ട് ഈ പെട്രോൾ വെഹിക്കിളിൽ നമുക്ക് ഏത് തരത്തിലുള്ള പെട്രോളുകൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് പെട്രോൾ എന്ന് പറയുന്നൊരു സ്റ്റിക്കർ കാണാം. E5 E10 എന്ന പെട്രോളാണ് ഈ ഒരു വാഹനത്തിന് അടിക്കാൻ കഴിയുക എന്നാണ് ഇവിടെ കമ്പനി ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും E20യിലും ഈ വാഹനം ഓടുന്നുണ്ട്. അപ്പം E20 വരെ കുഴപ്പമില്ലായിരിക്കും എന്നാണ് തോന്നുന്നത്. ഉൾഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെല്ലാം നമുക്കൊരു എന്താ പറയുക, ഒരു ബേജ് കളറിലെ ഒരു തീമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിലെല്ലാം നമുക്കൊരു ക്യാമൽ കളറിലെ ഒരു തീം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡാഷ്ബോർഡുകളിലും മറ്റും കാണാവുന്നതാണ്. അപ്പം ഈ ഒരു സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ എന്താ പറയുക, മുന്നോട്ടും പിന്നോട്ടും പോകാനുള്ള ഇലക്ട്രിക്കലി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. നമുക്കിതിൻ്റെ ഒരു ഉൾഭാഗത്തെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ സൈഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സ്റ്റാർ സ്റ്റോപ്പ് എൻജിൻ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നോക്കിക്കേ, നമുക്കിവിടെ ഒരു നല്ല മനോഹരമായ ഒരു മീറ്റർ കൺസോളാണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡോർ പാഡുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷിലുള്ള ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താ പറയുക, ആ സീറ്റിൻ്റെ ആ ഒരു മെമ്മറിയിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന S1 S2 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ മിററിൽ അഡ്ജസ്റ്റ് വരുന്നത്. ഇവിടെ നമുക്ക് പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡോറ് ലോക്കും അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ നോക്കിക്കാൻ നമുക്ക് ഒരു സിൽവർ ഗാർണിഷ് കൊടുത്തിട്ടുള്ള വളരെ പ്രീമിയം ലുക്കാണ് വരുന്നത്. പിന്നെ ജീപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതാണ് അതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽസ് എന്ന് പറയുന്നത്. ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽസാണ് വരുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് ജീപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ ആയിട്ട് ഓടിക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം ഇതാണ് വരുന്നത്. നമുക്ക് എന്താ പറയുക, ഇപ്പം AC ആണെങ്കിലും മറ്റും കൂട്ടുവാണെങ്കിലും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫാൻ സ്പീഡുകളെല്ലാം മറ്റും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാവുന്നതാണ്. അത്യാവശ്യം ഒരു ഡ്രൈവറിന് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഇതിൻ്റെ ഒരു മീറ്റർ ഡിസ്പ്ലേയിൽ നിന്നും അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC സംവിധാനത്തോടു കൂടിയാണ്. ഇതാണ് ഇതിൻ്റെ AC വെൻറ്റുകൾ എന്ന് പറയുന്നത്. അവിടെ മുതൽ ഈ ഡാഷ്ബോർഡ് ഈ എൻഡ് വരെ നമുക്ക് ആ ഒരു ക്യാമൽ കളർ തീം കാണാവുന്നതാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ലിവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒരു നോബുണ്ട്, അത് പ്രസ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല മോഡുകളിലേക്കും ഡ്രൈവിംഗ് മോഡുകളിലേക്കും മാറ്റാൻ കഴിയുന്നതാണ്. ഇത് പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്നാണ്. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഒരു പാർക്കിംഗ് ബ്രേക്ക് വരുന്നത്. ഇത് നമ്മൾ പ്രസ് ചെയ്യുന്ന റെഡ് ലൈറ്റ് കാണാവുന്നതാണ്. അത് നമ്മൾ ആ ഒരു റെഡ് ലൈറ്റ് നമുക്ക് ഈ ഒരു മീറ്റർ കൺസോളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്ക് റിലീസ് ആവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് എന്താ പറയുക, അത്യാവശ്യം എന്താ പറയുക ഒരു കപ്പ് ഹോൾഡേഴ്സും മറ്റും നൽകിയിട്ടുണ്ട്. പിൻഭാഗത്തൊരു സീറ്റുകൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള ഒരു സീറ്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കാം. ഇരിക്കുകയാണെങ്കിൽ നോക്കിക്കേ, നമുക്ക് എന്താ പറയുക നല്ല തൈ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ആ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ലെഗ് റൂമും ഉണ്ട്. അതുപോലെ തന്നെ പിൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് AC വെൻറ്റുകൾ വരുന്നുണ്ട്. അതെല്ലാം ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, ബ്ലാക്ക് കളറിലുള്ള. ഇവിടെ നമുക്കൊരു USB ചാർജ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആംറെസ്റ്റ് നൽകിയിട്ടുണ്ട്. ഈ ആംറെസ്റ്റിൻ്റെ അകത്തും അത്യാവശ്യം സ്പേസൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോർ പാഡുകൾ ബാക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ അതിൽ നമുക്ക് ഒരു ക്യാമൽ കളറിലെ ഒരു പാറ്റേൺ നമുക്ക് കാണാവുന്ന ലെതറേറ്റ് ആയിട്ടുള്ള. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഡോർ ഹാൻഡുകളിലാകട്ടെ സിൽവർ കളർ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലാണ് അതിൻ്റെ ഒരു ഉൾഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കളർ തീമൊക്കെ ആകട്ടെ ഒരു ഫ്രഷ്നെസ് നൽകുന്ന രീതിയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ പിന്നിലെ സീറ്റുകൾ നമുക്ക് ഹെഡ് റെസ്റ്റുകൾ കാണാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കപ്പ് ഹോൾഡേഴ്സും മറ്റും സീറ്റിൻ്റെ മധ്യഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നിൽ 2 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ക്വാർട്ടർ ഗ്ലാസ് ഈ ഒരു ഭാഗത്തായിട്ട് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉൾഭാഗത്തിരുന്ന് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ലഭിക്കുന്ന രീതിയിലുള്ളതാണ് ഇതിൻ്റെ ഒരു ഗ്ലാസ് ഏരിയ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു വലിയ ഒരു സൺറൂഫ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഉൾഭാഗത്തിരുന്ന് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ക്യാമൽ കളറിലുള്ള ഒരു ഡിസൈൻ പാറ്റേണൊക്കെ ഈ ഒരു വാഹനത്തിന് കൂടുതൽ ഒരു ലുക്ക് കൂട്ടുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഉൾഭാഗത്തിരുന്നുള്ള ഒരു വ്യൂ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇതാണ് ജീപ്പ് കോമ്പസിൻ്റെ ആ ഒരു എൻജിൻ എന്ന് പറയുന്നത്. 1.4 ലിറ്റർ മൾട്ടി എയർ ടർബോ എൻജിനാണ് വരുന്നത്. ഇതിന് 160 bhp പവറും 250 Nm ടോർക്കുമാണ് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു വാഹനം ഓടിച്ച് നോക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നതല്ല. നല്ല രീതിയിലുള്ള ഒരു ഡ്രൈവബിലിറ്റി ഈ ഒരു വാഹനത്തിന് നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്.